ആറളം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആറളത്ത്. ഞാൻ കണ്ണൂരുകാരൻ തന്നെയാണ്. ആറളം ഫാമില് അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഞാൻ അവിടെ പോയിട്ടുണ്ട്. അത് ഒരു ആറളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള സെറ്റിൽമെന്റ് ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു സ്ഥലം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമാണോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. എത്രയോ വർഷമായിട്ട് അത് ഫാമിന്റെ ഭാഗമാണെങ്കിൽ കൂടി നമുക്കറിയാം ആറളം എന്ന് പറയുന്നത് വളരെ ഡെൻസായിട്ട് പിന്നെ പുറത്ത് ഭക്ഷണം കിട്ടുന്ന വിധത്തിലുള്ള ഒരു ഫാം ഉണ്ടാവുകയും അത് തൊട്ടടുത്തുള്ള വളരെ ചെറിയ ഒരു പ്രദേശം മാത്രമുള്ള ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ 10-50 100 അടുത്തൊക്കെ ആനകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവ മുഴുവൻ ഈ ഫാമിലേക്കാണ് വരുന്നത്. ഫാമിൽ തന്നെ ഇതേപോലെ കൊടുത്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആദിവാസികൾ അടക്കമുള്ളവർക്ക് അവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലരും അവിടെ താമസിക്കുന്നില്ല. അപ്പൊ ആ സ്ഥലവും ഒഴിച്ചിട്ട് ഇരിക്കുകയാണ്. അവിടെയൊക്കെ വീണ്ടും കാട് കയറുന്നു. അപ്പൊ അങ്ങനെ ആകുന്ന പ്രതിസന്ധി നമ്മൾ ആ മനുഷ്യര് യഥാർത്ഥത്തിൽ കുരുതി കൊടുത്തതാണെന്ന് ഞാൻ പറയും. സർക്കാർ ഈ ഒരു സർക്കാരിനെ പ്രത്യേകമായിട്ട് കുറ്റം പറയുന്നതിലൊന്നും കാര്യമില്ല. ഇത് വളരെ കാലമായിട്ട് നടന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ പറയുന്നത് പോലെ അത്ര ലളിതമായിട്ട് ഈ പ്രശ്നം തീർക്കാനും പറ്റില്ല. ഉടനടി ഉള്ള ഒരു പരിഹാരത്തിലേക്കൊന്നും ഇത് എത്തില്ല. നമ്മൾ ഇത് എത്ര ചർച്ച ഇനി ഇത് ആവർത്തിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാലും ഞാൻ വളരെ സങ്കടത്തോടെ തന്നെ പറയട്ടെ, നമുക്ക് വീണ്ടും ഇതേ ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. കാരണം കേരളത്തിന്റെ ഭൂപ്രകൃതി അത്തരത്തിലാണ്. നമ്മുടെ കാടുകളുടെ ഒരു പ്രത്യേക രീതി അങ്ങനെയാണ്. നമ്മുടെ കാടുകൾ വടക്കേ ഇന്ത്യൻ കാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രാമങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു കാടിന്റെ നടുക്കുള്ള ഒരു നഗരമാണ്. കാടിനോട് ചേർന്നിട്ട് തന്നെ അതിന്റെ ഭാഗമായതുപോലെ പല സ്ഥലങ്ങളിലോട്ട് ഉള്ളിൽ തന്നെ സെറ്റിൽമെന്റുകൾ ഉണ്ട്. അതിലൂടെ കാടിലൂടെ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും കാടിന്റെ ഉള്ളിലാണ് ആനകൾ കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാട്ടിന്റെ ഉള്ളിലൂടെ അല്ലാതെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സെറ്റിൽമെന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ എളുപ്പ വഴികൾ അങ്ങനെയുള്ളൂ, റോഡുകൾ അങ്ങനെയാണ്, കാടുകളോട് ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി, കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലം, കൂടാതെ ആളുകളുടെ അവകാശബോധവും നമ്മൾ അതും വളരെ പ്രധാനമാണ്. വടക്കേ ഇന്ത്യയിൽ ഇതേപോലെ തന്നെ കടുവ പിടിച്ചിട്ടും ആള് മരിക്കുന്നത് പോലെയല്ല നമ്മുടെ കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവകാശബോധം നമ്മുടെ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് പ്രത്യേകമായിട്ട് കിട്ടിയിരിക്കുന്നത് ജീവിക്കാനുള്ള അവകാശത്തെ പറ്റിയിട്ടുള്ള നല്ല ബോധമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ കുറെ കൂടി ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നുള്ളൂ, വേറെ എവിടെയും നടക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 580 മരണം എന്ന് പറയുന്നതിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത മരണങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതായത് കടന്നലുകൾ തൊട്ടിട്ട് പാമ്പുകള്, തേനീച്ചകള്, ഇതൊക്കെ പുറത്തും കാടിന് പുറത്ത് ആക്രമിക്കുന്നത് അത് ഏത് സമയത്തും അത് സംഭവിക്കും. അവയുടെ എണ്ണം കുറക്കുക എന്ന് പറഞ്ഞ പാമ്പുകളെ നമുക്ക് മുഴുവൻ കൊന്നു തീർക്കുക എന്നുള്ളത് പ്രായോഗികമല്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ വേറെ വിധത്തിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഈ മരണങ്ങളുടെ ഒരു വലിയ അഭാവം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ്. എങ്കിൽ കൂടി ഈ ഒഴിവാക്കാൻ പറ്റാവുന്ന എത്രയോ മരണങ്ങൾ ഈ കുറെ കൊല്ലമായിട്ട് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു പ്രധാന കാരണം. പിന്നെ ഇതിന്റെ പരിഹാരം എന്താണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ അവിടെ ആയാലും ആനമതിൽ എന്നൊക്കെ പറയുമ്പോൾ ആനമതിൽ പണിയും തോറും തന്നെ ആനകൾ അതിനെ മറികടക്കാൻ വേണ്ടി വളരെ പെട്ടെന്നാണ് അത് പരിശീലിക്കുന്നത്. മതിൽ അത്രയധികം ശക്തിയുള്ള മതിലുകൾ കരിങ്കല്ല് ബേസ് ഒക്കെ ചെയ്തുകൊണ്ട് നിർമ്മിച്ചാൽ പോലും അത് പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മൃഗങ്ങളെയും തടയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ എപ്പോഴും എല്ലാ സ്ഥലത്തും കേരളം മുഴുവൻ ഉള്ള വനപ്രദേശങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള വേലികളോ മതിലുകളോ ഒന്നും നടത്താൻ മാത്രമുള്ള അത്രയും നമ്മുടെ ഒരു സാമ്പത്തിക പരിമിതി സമ്മതിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കണക്കുകളുടെ കാര്യം സുതാര്യത ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കടുവകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്ന് ഒരേ സമയം ചില കണക്കുകൾ വെച്ചിട്ട് പറയും, അല്ലെങ്കിൽ വളരെ കുറച്ചേ കൂടിയിട്ടുള്ളൂ എന്ന് പറയും. പക്ഷെ അപ്പോഴും പുതുതായിട്ട് ആക്രമിക്കപ്പെടുന്ന മനുഷ്യരെ കൊന്നു തിന്ന കടുവയുടെ പോലും ഒരു കണക്കിനും ഇല്ലാതെ കടുവയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ്. ആനകളുടെ കാര്യത്തിലായാലും ഇതേപോലെ തന്നെ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഇല്ല.